എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ലോങ് വീഡിയോ ആണ്. എങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് 10 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഹു വാസ് ദ ഫസ്റ്റ് ഓതർ ടു സബ്മിറ്റ് ടൈപ്പ് റിട്ടൺ ബുക്ക് മാനുസ്ക്രിപ്റ്റ്? Who was the first author to submit typewritten book manuscript? Answer option B ആണ്, മാർക്ക് ട്വെയിൻ ആണ്. Brackets in QWERTY keyboard can be found on the same keys as the numbers. Brackets in the QWERTY keyboard can be found on the same keys as the numbers. Answer option B ആണ്, 9 and 0. The step-by-step movement of carriage is done by. The step-by-step movement of carriage is done by. Answer option A ആണ്, dog block. The percentage symbol is above the number. Percentage symbol ഏതിൻ്റെ മുകളിലാണ് വരുന്നത്? Answer option A 5 ആണ്. In demi-official letter, 2 address is typed on. In demi-official letter, 2 address is typed on. Answer option D ആണ്, bottom left side ആണ്. Who introduced shift key in keyboard? Who introduced shift key in the keyboard? Answer option A Remington ആണ്. The standard typewriter was introduced by. Standard typewriter introduce ചെയ്തത് ഏത് കമ്പനിയാണ്? Answer option A ആണ്, the Underwood company. Who introduced touch method of typewriting? Touch method of typewriting introduce ചെയ്തത് ആരാണ്? Answer option C ആണ്, F.E. മെഗ്യുറിൻ അല്ലെങ്കിൽ ഫ്രാങ്ക് മെഗ്യുറിൻ ആണ്. എക്സ്പാൻഷൻ ഓഫ് WEF. WEFൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻസർ കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുമെങ്കിലും ഓപ്ഷൻസ് ചിലപ്പോൾ തിരിച്ചായിരിക്കും. ഇതിൽ കൊടുത്താൽ ഒരേക്കും കൊടുക്കുക. അപ്പോൾ അത് ആൻസർ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആൻസർ അറിയാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാർക്ക് ചെയ്യാതെ കുറച്ച് സമയം എടുത്തിട്ട് അത് തന്നെയല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് 3 ഓൺലി വിത്ത് എഫക്റ്റ് ഫ്രം എന്നുള്ളതാണ് വരുന്നത്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിന് ഏത് ഭാഗത്താണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 ഓൺലി റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡ്. കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്? ഈ റിജിഡ് ഡോഗും ലൂസ് ഡോഗും ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് പാർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 ഓൺലി എസ്കേപ്മെൻറ്റ് വീലിലാണ് റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്നത്. അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്പ് ഇൻ ഡാഷ് സ്പേസിംഗ്. അതായത് ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നത് ഏത് ലൈൻ സ്പേസിങ്ങിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 ഓൺലി അതായത് സിംഗിൾ ലൈൻ സ്പേസിംഗ് ആണ്. വിച്ച് among the following is used to increase keyboard tension? കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 4 ഓൺലി ടച്ച് റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ദ റോമൻ ന്യൂമറൽ ടു റെപ്രസെൻറ്റ് 70 ഈസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് 3 എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. LXX ആണ്. ഓൺ IGS ഓൺ ദ എൻവലപ്പ് ഓഫ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഈസ് ഫൗണ്ട് ഓൺ. അതായത് ഒഫീഷ്യൽ ലെറ്ററിൽ എൻവലപ്പിൽ ഓൺ IGS എവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 3 ഓൺലി ടോപ്പ് സെൻറ്ററിലാണ് വരുന്നത്. വിച്ച് ഫിംഗർ ഈസ് യൂസ് ടു ടൈപ്പ് ദ ലെറ്റർ G? G എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഫിംഗറാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ഓൺലി ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ്. The main function of rocker mechanism is to help dash. റോക്കർ മെക്കാനിസത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 ഓൺലി അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. കോൺഫിഡൻഷ്യൽ ഓർ അർജൻറ്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് ആസ്? കോൺഫിഡൻഷ്യൽ ഓർ അർജൻറ്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് ആസ്? ആൻസർ ഓപ്ഷൻ ഡി, 3 ഓൺലി ആണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ. ഡ്യൂ ടു ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ഡാഷ് ഹാപ്പൻ? ആൻസർ ഓപ്ഷൻ എ ആണ്, ജെർക്കി മൂവ്മെൻറ്റ്. ജെർക്കി മൂവ്മെൻ്റ് ആണ് ഓവർ ടെൻഷൻ കാരണമാകുന്നത്. വിച്ച് ബ്രഷ് ഈസ് യൂസ് ടു ക്ലീൻ ദ ടൈപ്പ് ബാർ ഫേസ്? ടൈപ്പ് ബാർ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ഷോർട്ട് ബ്രഷ് ആണ്. കാരേജ് ടെൻഷൻ ക്യാൻ ഓൾസോ ബി കോൾഡ്. കാരേജ് ടെൻഷൻ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ആൻസർ ഓപ്ഷൻ എ ആണ് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ. ദ ഷേപ്പ് ഓഫ് ദ ടൈപ്പ് സെഗ്മെന്റ് ഈസ്. ടൈപ്പ് സെഗ്മെന്റിന്റെ ഷേപ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ് സെമി സർക്കിൾ. ഡാഷ് വീൽ കണക്ട് എസ്കേപ്മെന്റ് വീൽ ആൻഡ് കാരേജ് റാക്ക്. ഡാഷ് വീൽ കണക്ട് എസ്കേപ്മെന്റ് വീൽ ആൻഡ് കാരേജ് റാക്ക്. ആൻസർ ഓപ്ഷൻ എ ആണ് പീനിയൻ വീൽ ആണ്. ഡാഷ് ഹെൽപ്സ് ദ കാരേജ് മൂവ്സ് ഇൻസ്റ്റന്റ്ലി ടു പ്രീ ഡിറ്റർമൈൻഡ് പൊസിഷൻ. ഡാഷ് ഹെൽപ്സ് ദ കാരേജ് മൂവ്സ് ഇൻസ്റ്റന്റ്ലി ടു പ്രീ ഡിറ്റർമൈൻഡ് പൊസിഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ടാബുലേറ്റർ കീ. ഇൻ ഒഫീഷ്യൽ ലെറ്റർ കോംപ്ലിമെന്ററി ക്ലോസ് ജനറലി യൂസ്ഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. പിൻകോഡ് സ്റ്റാൻഡ്സ് ഫോർ. പിൻകോഡ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ്. ഹേസ്റ്റ്ലി ഹാൻഡ് റിട്ടൺ റഫ് സ്ക്രിപ്റ്റ്സ്. ഹേസ്റ്റ്ലി ഹാൻഡ് റിട്ടൺ റഫ് സ്ക്രിപ്റ്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് മാൻസ്ക്രിപ്റ്റ്. വിച്ച് കാരേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫുൾ സ്ക്യാപ്പ് പേപ്പർ ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ലെങ്ത് വൈസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 15-inch കാരേജ് ആണ്. വേർ ദ ലീഡർ ഡോട്ട്സ് ആർ യൂസ്ഡ് ഇൻ ടൈപ്പ് റൈറ്റിംഗ്. ടൈപ്പ് റൈറ്റിംഗിൽ ലീഡർ ഡോട്ട്സ് എവിടെയാണ് ഉപയോഗിക്കാറുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇൻ ടാബുലേഷൻ. An ornamental line which is generally typed at the end of the last page. An ornamentation line which is generally typed at the end of the last page. Answer option D ആണ് tail piece ആണ്. In matter of letter writing, PS stands for. Answer option B ആണ് postscript ആണ്. The size of A4 printing paper recommended in International Standard Organization. Answer option C ആണ് 210 by 297 mm. Spacing between the boundary of the text inside the cell in a word table. Answer option A padding ആണ്. Spacing between the boundary of the text inside the cell in a word table padding ആണ്. Excess oil attracts dust particles fall into the typewriter may cause. ആൻസർ ഓപ്ഷൻ സി ക്ലോഗിങ് ആണ്. അതായത് നമുക്ക് ഈ ഡസ്റ്റ് ഓയിലിങ് എക്സസ് ഓഫ് ഓയിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്ത് പൊടി നിറഞ്ഞിരിക്കുന്ന അതിനെയാണ് നമ്മൾ ക്ലോഗിങ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസ് യൂസ് ഈസ് ഇൻ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഈസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് യുവേഴ്സ് സിൻസിയർലി ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിലിണ്ടറിക്കൽ ഡ്രം ആണ്. സിലിണ്ടറിക്കൽ ഡ്രം എന്ന് പറയുന്നത് എന്തിൻ്റെ പാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്ററിൻ്റെ പാർട്ടാണ്. ഓക്കെ. യൂണിവേഴ്സൽ കീബോർഡ് ഈസ് കോൾഡ് QWERTY കീബോർഡ്. വൈ? ആൻസർ ഓപ്ഷൻ ഡി സ്റ്റാർട്ടിംഗ് ഓർഡർ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് കീസ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ എക്സാമ്പിൾ ഓഫ് ടൈപ്പ് പേസ്റ്റ് which are pasted on the type bar. ആൻസർ ഓപ്ഷൻ എ ആണ് മൈക്ക. What is the degree size of manifest type of typewriter? Answer option D 240 ആണ്. The sender's address must be typed in the envelope. Sender's address envelope എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബോട്ടം ലെഫ്റ്റ് ആണ്. ഡാഷ് ക്യാരക്ടർ കീസ് ആർ സീൻ ഇൻ എ കീബോർഡ്. കീബോർഡിൽ എത്ര ക്യാരക്ടർ കീസ് ആണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 44. വിച്ച് പാർട്ട് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ബെൽ. ബെല്ലുമായിട്ട് കണക്ട് ചെയ്യാത്ത പാർട്ട്. ആൻസർ ഓപ്ഷൻ സി ബെൽ സ്റ്റോപ്പർ ആണ്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ ഡാഷ് വേസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 3. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഈസ് നോട്ട് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത്. ആൻസർ ഓപ്ഷൻ ബി റിബൺ കാരിയർ. The part which controls the up and down movement of ribbon is called. Answer option B ribbon indicator. The ribbon indicator is also called. Answer option C bichrome device. When there is movement of ribbon, there will be correct impression on the paper. അതായത് ഏത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് റിബൺ ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഇംപ്രഷനിൽ കറക്റ്റ് ഇംപ്രഷൻ വരുന്നത്, പേപ്പറിൽ കറക്റ്റ് ഇംപ്രഷൻ വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. ടൈപ്പ് റൈറ്റർ റിബൺ പാസസ് ത്രൂ. ടൈപ്പ് റൈറ്റർ റിബൺ പാസസ് ത്രൂ. ആൻസർ ഓപ്ഷൻ ഡി വൈബ്രേറ്റർ.
Ink of a types are mixed the colors of ribbon, or if the impression are cut on the top is called. It is called. അതായത് ഡബിൾ കളർ റിബണിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ കളേഴ്സ് മിക്സ് ആവുകയോ അല്ലെങ്കിൽ ഇംപ്രഷൻ കട്ട് ആവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്ലീഡിങ്. ഇങ്ക് ഇംപ്രഷൻ ഗെറ്റ്സ് ത്രൂ. ഇങ്ക് ഇംപ്രഷൻ ഗെറ്റ്സ് ത്രൂ. ആൻസർ ഓപ്ഷൻ എ റിബൺ ആണ്. റെഫറൻസ് ഈസ് ടൈപ്പ് റിട്ടൺ ഇൻ എ ലെറ്റർ. ആൻസർ ഓപ്ഷൻ ബി, ആഫ്റ്റർ ദ സബ്ജക്റ്റ്. Which word from the following will type before designation in the address? Designation മുന്നേ ടൈപ്പ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ. What is the line space we ordinarily follows if we type a matter in the literary work? Answer option B, double line space. After a full stop, leave dash space. Answer option C, two space ആണ്. At the end of government order should type. Answer option C ആണ്, by order of the governor. Dash salutation is used before the name of governor. Dash salutation is used before the name of governor. Answer option C ആണ്, his excellence അല്ല, his excellency എന്നുള്ളതാണ്. ഓക്കെ. In government order, below the abstract content usually leaves two line space. അതായത് ആ ഇതിൽ അബ്സ്ട്രാക്റ്റിന് ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഗവൺമെൻറ് ഓർഡറിൽ നമ്മൾ ആ അബ്സ്ട്രാക്റ്റിൻ്റെ താഴെയായിട്ട് അബ്സ്ട്രാക്ട് കണ്ടൻറ്റ് എത്ര ലൈൻ സ്പേസിങ്ങിലാണ് ടൈപ്പ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സിംഗിൾ ലൈൻ ആണ്. വിച്ച് ഓഫ് ദീസ് മസ്റ്റ് ബി അവോയ്ഡഡ് ഇൻ ബിസിനസ് ലെറ്റർ? ബിസിനസ് ലെറ്ററിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അബ്രീവിയേഷൻസ്. ടൈപ്പ് ഗൈഡ് ഈസ് ഫിക്സഡ് അറ്റ് ദ സെഗ്മെൻറ്റ് ഓഫ് ദ. അതായത് സെഗ്മെൻറ്റിൻ്റെ ഏത് ഭാഗത്താണ് ടൈപ്പ് ഗൈഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ടോപ്പ് സെൻറ്റർ. ദ ബെൽ റിങ്സ് ഇൻ ദ ടൈപ്പ് റൈറ്റർ. ദ ബെൽ റിങ്സ് ഇൻ ദ ടൈപ്പ് റൈറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 spaces ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ്. ദ സിലിണ്ടർ റാച്ചറ്റ് വീൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ടൈപ്പ് റൈറ്റർ ഓൺ ദ. The cylinder ratchet wheel is situated in typewriter on the. Answer option C, left side of the cylinder. In typewriter, variable line space button is fixed at the center of. In typewriter, variable line space button is fixed at the center of. Answer option C, left thumb wheel. Keys are arranged in typewriter rows in a. അതായത് ടൈപ്പ് റൈറ്ററിൽ എത്ര റോസിലായിട്ടാണ് കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 4 ആണ്. ദ സ്കെയിൽ ബിറ്റ്വീൻ ദ ടൈപ്പ് ഗൈഡ് ആൻഡ് ദ സിലിണ്ടർ ഈസ് നോൺ ആസ്. ടൈപ്പ് ഗൈഡിൻ്റെയും സിലിണ്ടറിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു സ്കെയിലിനെ പറയുന്ന പേര്? ആൻസർ ഓപ്ഷൻ സി, ലൈൻ ഫൈൻഡർ സ്കെയിൽ. ഹൗ മെനി ടൈപ്സ് ഓഫ് ടെൻഷൻസ് ആർ ഇൻ എ ടൈപ്പ് റൈറ്റർ? ഒരു ടൈപ്പ് റൈറ്ററിൽ എത്ര തരം ടെൻഷൻസ് ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ, 3 ആണ്. Which of the following line space is used for typing legal document? Answer option B, double line space. One of the following tension is not correct in the case of typewriter. ടൈപ്പ്റൈറ്ററുമായിട്ട് ബന്ധപ്പെടാത്ത ടെൻഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിബൺ ടെൻഷൻ. ലീവ് ഡാഷ് സ്പേസസ് ഫ്രം ലെഫ്റ്റ് മാർജിൻ ഫോർ സ്റ്റാർട്ടിംഗ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് മാർജിനിൽ നിന്നും എത്ര സ്പേസ് ആണ് വിടേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 5 ആണ്. ഇതിൽ ബിറ്റ്വീൻ പാരഗ്രാഫ് ആകുമ്പോൾ 2 സ്പേസ്, ബിലോ ദ ഡേറ്റ് 2 സ്പേസ്, സല്യൂട്ടേഷൻ ആകുമ്പോൾ 2 സ്പേസ്, ബിറ്റ്വീൻ ദ ലാസ്റ്റ് ലൈൻ ആൻഡ് ദ ക്ലോസിംഗ് ഓഫ് എ ലെറ്റർ 2 സ്പേസ്, ബിറ്റ്വീൻ ക്ലോസിംഗ് ആൻഡ് ദ നെയിം ഓഫ് ദ പേഴ്സൺ 4 സ്പേസ് ആണ് വരുന്നത്. ദ സ്റ്റെൻസിൽ ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ. ദ സ്റ്റെൻസിൽ ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിൽക്ക് കാരിയർ. About dash copies obtained from a good stencil. Answer option A, 1000 ആണ്. The name of pen used to sign in the stencil paper is. Answer option D, stylus pen. Stencil is used for writing purpose. എന്ത് തരം സ്റ്റെൻസിലാണ് റൈറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, വാക്സ് സ്റ്റെൻസിൽ ആണ്. If any part of the matter is not needed in stencil, dash can be used. Answer option A, gum paper.
The cheapest method of taking large number of copies using stencil is called. Answer option B, stencil duplicating. The stencil duplicator was invented in the year. Answer option B, 1881. Stencil sheet is placed in the. Answer option B, silk carrier. Cylindrical drum is the part of a. ഞാനിപ്പോൾ പറഞ്ഞു, അതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡ്യൂപ്ലിക്കേറ്റർ. Dash evenly spreads ink on the stencil for impression. Answer option B, silk carrier. The carbon paper facing the stencil enables us what is being typed. ആൻസർ ഓപ്ഷൻ എ, ടു റീഡ്. അതായത് ഈ സ്റ്റെൻസിലിനെ ഫേസ് ചെയ്തിരിക്കുന്ന കാർബൺ പേപ്പർ നമുക്ക് അതിൽ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ടു റീഡ് എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത്. While taking copies in the duplicator, dash must be kept in on position. While taking copies in the duplicator, dash must be kept in on position. Answer option B, lever ആണ്. Dash stencil is used for writing purpose. Answer option A, wax ആണ്. Operating lever is also called. Answer option C, impression lever. Copies taken in the duplicator will fall on. Copies taken in the duplicator will fall on. Answer option A, receiving tray. Ink is passed on the stencil through. Answer option A, silk carrier. For taking copies on a duplicator, dash is used. Answer option D, stencil paper ആണ്. In duplicator, handle is always rotated in the. Answer option A, clockwise direction. Impression roller in duplicator placed. Answer option B, below the cylinder drum. Which parts helps to adjust the top and bottom margin in duplicator? Duplicatorൽ ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാർട്ട്. ആൻസർ ഓപ്ഷൻ ബി, പ്രിൻറ്റിംഗ് സ്ക്രൂ ആണ്. ഇംപ്രഷൻ റോളർ ഈസ് സിറ്റുവേറ്റഡ്. ആൻസർ ഓപ്ഷൻ സി, ബിലോ ദ ഡ്രം. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൈനിങ് ദ സ്റ്റെൻസിൽ പേപ്പർ? ആൻസർ ഓപ്ഷൻ സി, സ്റ്റൈലസ് പെൻ ആണ്. വാട്ട് ഈസ് ദ മെത്തേഡ് ഫോർ കറക്റ്റിംഗ് മിസ്റ്റേക്സ് വൈൽ ടൈപ്പിംഗ് ഇൻ സ്റ്റെൻസിൽ പേപ്പർ? ആൻസർ ഓപ്ഷൻ സി, യൂസ് കറക്റ്റിംഗ് ഫ്ലൂയിഡ്. Why the stencil paper is used? Answer option C, to receive and to produce clear impression. The following part helps in taking cyclostyle copies. Answer option D, impression roller. Ink is applied in duplicator. Answer option B, in the ink gap. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.